നമസ്കാരം. ഹൃദയത്തിൽ അഗ്നിയായി പെയ്തിറങ്ങുന്ന കെ രമയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെ: പ്രാണനിൽ പടർന്ന ഇരുട്ടിൽ നിസ്സഹായായി നിന്ന വേളയിൽ ആശ്വാസത്തിൻ്റെ കരസ്പർശമായിരുന്ന പ്രിയ സഖാവ്, അന്ത്യാഭിവാദ്യങ്ങൾ. തൻ്റെ ജീവിതത്തിൻ്റെ പാതി മുറിച്ചുമാറ്റിയ രാഷ്ട്രീയ ക്രൂരത. ഏറെ നിസ്സഹായാവസ്ഥയോടെ കെ രമ VS അച്യുതാനന്ദന് മുന്നിൽ അന്ന് പൊട്ടിക്കരഞ്ഞു. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് മറ്റാർക്ക് അപ്രിയമുണ്ടാക്കിയാലും VS അച്യുതാനന്ദൻ തുറന്നു പറഞ്ഞിരുന്നു. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ VS അച്യുതാനന്ദന് ജനം എത്രമാത്രം സ്നേഹം കൊടുത്തിരുന്നു, ആ മനുഷ്യരെ എത്രമാത്രം വിശ്വസിച്ചിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. VS അച്യുതാനന്ദൻ അന്തരിച്ചു എന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ, ആ കമൻറ്റുകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് എങ്ങനെ സംസാരിക്കുന്നുവെന്ന്. അങ്ങനെ അവസാന കമ്മ്യൂണിസ്റ്റ് വിടവാങ്ങി. ആദരാഞ്ജലികൾ. നമ്മുടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവിന് പകരം വയ്ക്കാനില്ലാത്ത വിപ്ലവാചാര്യന് ആദരാഞ്ജലികൾ. അങ്ങനെ അവസാന കമ്മ്യൂണിസ്റ്റുകാരനും യാത്രയായി വിട. മലയാളക്കരയിൽ പിറന്ന അവസാന വിപ്ലവകാരിയും യാത്രയായി. അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസം അവസാനിക്കുന്നു. സന്തോഷത്തോടെ വിട പറയുന്നു. ഈ ആർത്തിപ്പണ്ടാരകൾക്കിടയിൽ നിന്ന് പരലോകത്തേക്ക് പൊയ്ക്കോളൂ പ്രിയ സഖാവേ. പകരം വയ്ക്കാനില്ലാത്ത ഒരേ ഒരു വിപ്ലവ സൂര്യൻ, അതാണ് ഞങ്ങളുടെ സ്വന്തം VS. പിണറായിസം കൊണ്ട് ഒതുക്കപ്പെട്ട അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ VS. അദ്ദേഹത്തെ ചെങ്കുടി പുതപ്പിക്കുമ്പോൾ അത് കേരളത്തിലെ കമ്മ്യൂണിസത്തിൻ്റെ അവസാനമായിരിക്കും. VS അച്യുതാനന്ദൻ്റെ മരണവാർത്ത പ്രസിദ്ധീകരിക്കുന്ന വീഡിയോകൾക്ക് താഴെ നിരവധി കമൻറ്റുകൾ നമ്മൾ കാണുന്നു. അതൊക്കെ സൂചിപ്പിക്കുന്നതൊന്നു മാത്രം: ഇത് കമ്മ്യൂണിസത്തിൻ്റെ അവസാനമാണ്. ആ മനുഷ്യനെ അത്രയേറെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിച്ചിരുന്നു, തങ്ങളുടെ രക്ഷകനായി, നായകനായി. വെറുമൊരു ബക്കറ്റിലെ വെള്ളം മാത്രമാണ് അച്യുതാനന്ദൻ എന്ന് പിണറായി വിജയൻ പരിഹസിച്ചപ്പോഴും അതിന് തക്ക മറുപടിയുമായി അന്ന് VS തിരിച്ചടിച്ചു. ഒരിക്കൽ മാധ്യമ സിൻഡിക്കേറ്റും ബക്കറ്റിലെ വെള്ളവുമായി VSഉം പിണറായിയും നേർക്കുനേർ പൊരിഞ്ഞ പോരിൽ. പിണറായി വിജയൻ VS പോരിൽ CPM രാഷ്ട്രീയം കലുഷിതമായിരുന്ന കാലഘട്ടം. ഒരു കുട്ടി കടൽ കാണാൻ വന്നു. കടലിൽ തിരകൾ ആർത്തലയ്ക്കുന്നു. കുട്ടിക്ക് വളരെ സന്തോഷമായി. കുട്ടി വേഗം പോയി ഒരു ബക്കറ്റുമായി വന്ന് അതിൽ വെള്ളം കോരി. ബക്കറ്റിൽ നോക്കുമ്പോൾ അതിൽ തീര വരുന്നില്ല. കുട്ടിക്ക് വിഷമമായി. കുട്ടി കരഞ്ഞു. കുട്ടിയുടെ പ്രയാസം കണ്ട് ബക്കറ്റിലെ വെള്ളം പറഞ്ഞു: അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിന്നാലേ തിരയാകൂ. അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത്. ശംഖുമുഖത്ത് നവകേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പിണറായി വിജയൻ അന്ന് VS അച്യുതാനന്ദനെ പരിഹസിച്ചത് ഇങ്ങനെയാണ്: തൊട്ടടുത്ത ദിവസം ഗോർബച്ചേവുമാർ വറ്റിച്ചു കളഞ്ഞ സമുദ്രത്തെക്കുറിച്ച് VS തിരിച്ചടിച്ചു. ഇങ്ങനെയുള്ള ഗോർബച്ചേവുമാരുടെ കാലത്ത് കടലും വറ്റിപ്പോകുമെന്നാണ് അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത്. ഒടുവിൽ ബക്കറ്റിലെടുക്കാൻ പോലും ഒരിറ്റു വെള്ളം ബാക്കിയുണ്ടാവില്ല എന്ന് VS അച്യുതാനന്ദൻ അന്ന് പ്രവചിച്ചു. വിയോജിപ്പുകളുടെ വലിയ കാലഘട്ടത്തിലാണ് VS പിണറായി വിജയനിലൂടെ ഈ കേരള രാഷ്ട്രീയം കടന്നുപോയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപവൽക്കരിച്ച പഴയകാല നേതാക്കളുടെ ഒടുവിലത്തെ കണ്ണിയാണ് VS അച്യുതാനന്ദൻ. സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതം ജീവിച്ചു തീർത്ത ഒരു നേതാവ്. VS അച്യുതാനന്ദൻ്റെ ജനപ്രീതി തന്നെയാണ് പിണറായി വിജയനെ ഏറെ ഭയപ്പെടുത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൻ്റെ ഉള്ളം കൈയിൽ ഒതുക്കാൻ ആഗ്രഹിച്ച പിണറായി വിജയന് അതിന് മുഖ്യ തടസ്സമായി നിലകൊണ്ടത് VS അച്യുതാനന്ദൻ എന്ന സമരവീര്യം നിറഞ്ഞ വിപ്ലവ നേതാവ്. ഒടുവിൽ VS അച്യുതാനന്ദൻ തൻ്റെ പൊതുധാരയിൽ നിന്ന് പതിയെ അപ്രത്യക്ഷനായപ്പോഴാണ് പിണറായി വിജയൻ്റെ ഉദയം. പിന്നീട് CPM എന്ന പാർട്ടിയെ പിണറായി വിജയൻ കൈപ്പിടിയിൽ ഒതുക്കി. VS അച്യുതാനന്ദൻ്റെ നിഴൽ പോലും മാഞ്ഞ സമയത്താണ് പിണറായി യുഗം കേരളത്തിൽ കത്തിയാളിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ നിരവധി പ്രവർത്തകർ ഈ കാലഘട്ടത്തിൽ പിണറായി വിജയനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നു. പഴയ അച്യുതാനന്ദൻ ക്യാമ്പിലെ സഖാക്കളൊക്കെ പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയ കാലഘട്ടം. 1980കളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തെത്തിയ ആ കാലഘട്ടം മുതൽ എന്നും വിപ്ലവ വീര്യത്തിൽ ഒരു സമരമുഖം കൂടി ചേർത്തിരുന്നു VS അച്യുതാനന്ദൻ. ആദ്യ കാലഘട്ടത്തിൽ EMSുമായുള്ള അഭിപ്രായ വ്യത്യാസം, പിന്നീട് നായനാരുമായുള്ള അഭിപ്രായ വ്യത്യാസം. എന്നാൽ പിണറായി യുഗത്തിൽ അച്യുതാനന്ദൻ്റേത് വേറിട്ട ഒരു കാഴ്ചപ്പാടായിരുന്നു. പിണറായി വിജയനെതിരെ പോരാട്ടത്തിന് VS ഇറങ്ങിയത് ജനകീയ മുഖം എന്ന തൻ്റെ ഏറ്റവും ശക്തമായ സമരമുഖങ്ങളിലൂടെ. പാർട്ടിയിലെ ഗ്രൂപ്പ് പോരുകൾക്കിടയിൽ VS അച്യുതാനന്ദൻ ഒതുക്കപ്പെടാൻ കഴിയാത്ത നേതാവായി വളർന്നത് ആ കാലഘട്ടത്തിൽ.
ഔദ്യോഗിക നേതൃത്വം കൈപ്പിടിയിലൊതുക്കിയ പിണറായി വിജയൻ VS അച്യുതാനന്ദനെ മൂലക്കിരുത്താൻ പഠിച്ച പടി 18 പയറ്റി. എന്നാൽ ജനപിന്തുണയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചേരിപ്പോരിൽ ഒരറ്റത്ത് ഉഗ്രരൂപിയായി VS അച്യുതാനന്ദൻ നിലകൊണ്ടു. പാർട്ടിയിലെ ഗ്രൂപ്പിസം വാർത്തകളിൽ നിരന്തരം ഉയർന്നു കേട്ടു. പരുക്കനും കർക്കശക്കാരനും പാർട്ടിയിൽ പ്രതികാരബുദ്ധിയോടെ പ്രവർത്തിക്കുന്നയാളുമാണ് VS അച്യുതാനന്ദൻ എന്ന് പിണറായി ക്യാമ്പ് പ്രചരിപ്പിച്ചു. എന്നാൽ അതേ ശൈലി തന്നെയാണ് പിന്നീട് പിണറായി വിജയൻ തുടർന്നത്. അച്യുതാനന്ദന് ജനകീയ മുഖമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പിണറായി വിജയൻ്റേത് വേറിട്ട മുതലാളിത്ത മുഖം. 1991 പാർട്ടി തെരഞ്ഞെടുപ്പിൽ നായനാരോട് തോറ്റതോടെ VSന് സംസ്ഥാന പാർട്ടിയിലുണ്ടായിരുന്ന സ്വാധീനം മെല്ലെ കുറഞ്ഞു. നായനാരുമായി പലയിടങ്ങളിലും ഏറ്റുമുട്ടി തുടർന്നിങ്ങോട്ട് പല പാർട്ടി സമ്മേളനങ്ങളിലും വിഭാഗീയത തുടർന്നു പോന്നു. പിണറായി യുഗം കേരളത്തിൽ ശക്തിപ്പെട്ടതോടെ VS അച്യുതാനന്ദൻ പൂർണ്ണമായി ഒതുക്കപ്പെട്ടു. ഒരിക്കൽ VSന് പിന്നിൽ ശക്തമായി അണിനിരന്നിരുന്ന MA ബേബി, തോമസ് ഐസക്, G സുധാകരൻ എന്നിവരെ പിണറായി വിജയൻ സമർത്ഥമായി വെട്ടിയൊതുക്കി. അതിൽ G സുധാകരനെ നിശബ്ദനാക്കി. MA ബേബിയെ പോളിറ്റ് ബ്യൂറോയിലേക്ക് പാഴ്സൽ ചെയ്തു. 1998 ചടയൻ ഗോവിന്ദൻ്റെ മരണത്തോടെ ഒഴിവുവന്ന പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള കരുനീക്കങ്ങളിൽ VS പക്ഷം വിജയം കാണുകയും VS ഗ്രൂപ്പിൻ്റെ പിന്തുണയിൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയാവുകയും ചെയ്തു. പാർട്ടി സെക്രട്ടറിയായി ഉയർന്നതോടെ പിണറായി വിജയന് ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഉറച്ച പിന്തുണ ലഭിച്ചു. തുടർന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കും പിണറായി വിജയൻ എത്തി. ഇതോടെ VS പക്ഷക്കാരിൽ ചിലരെ പിണറായി വിജയൻ സ്വന്തം പക്ഷത്താക്കി. സ്വന്തം പാളയത്തിൽ VSന് എതിരാളികൾ ജന്മമെടുത്തതോടെ അപകടം മണത്തെറിഞ്ഞ VS പൊടുന്നനെ പിണറായി വിജയനെതിരെ തിരിഞ്ഞു. തുടർന്നുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ VS പക്ഷം തഴയപ്പെട്ടതോടെ പിണറായി വിജയൻ്റെ ചതി തിരിച്ചറിഞ്ഞ VS തിരിച്ചടിക്കാനുള്ള തീരുമാനത്തിലേക്ക്. 2004 നായനാരുടെ മരണത്തോടെ പിണറായി വിജയൻ പാർട്ടിയിലെ കരുത്തനെന്ന സ്ഥാനമുറപ്പിച്ചു. 2001-2006 കാലഘട്ടത്തിലെ പ്രതിപക്ഷ നേതാവെന്ന പ്രവർത്തനങ്ങളാണ് VS അച്യുതാനന്ദൻ്റെ മുഖം ജനകീയവൽക്കരിക്കുന്നത്. അതുവരെ കാർക്കശ്യക്കാരനും പാർട്ടിയിലെ കരുത്തനുമായാണ് VS അറിയപ്പെട്ടിരുന്നത്. 2001-2006 VSൻ്റെ ശക്തമായ നീക്കങ്ങൾ, മതികെട്ടാൻ വിവാദം, പ്ലാച്ചിമണ വിവാദം, കിളിരൂർ പെൺവാണിഭ കേസ്, ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസ് ഉൾപ്പെടെ പൊതുജന പ്രശ്നങ്ങളിലൊക്കെ VS കടന്നു കയറുന്ന കാഴ്ച. രാഷ്ട്രീയ വിവാദങ്ങളിൽ ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സമരമുഖങ്ങളിലേക്ക് അതിശക്തമായി ഇറങ്ങുന്ന VSനെ അന്ന് ജനം കൈയടിച്ചു സ്വീകരിച്ചു. ജനമനസ്സിലെ ആ നായകസ്ഥാനം തന്നെയാണ് പിന്നീട് പിണറായി വിജയൻ എന്ന നേതാവ് ഒതുക്കപ്പെടാനുള്ള മുഖ്യ കാരണവും. ഒടുവിൽ 2006 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. ഇതോടെ പിണറായി വിജയൻ പക്ഷം ഒതുക്കപ്പെട്ടുവെന്ന് കരുതപ്പെട്ട നാളുകൾ. എന്നാൽ കോടിയേരി ബാലകൃഷ്ണനിലൂടെ സമർത്ഥമായി പിണറായി വിജയൻ കരുക്കൾ നീക്കി. VSന് ജനകീയ മുഖം കൈവന്ന അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന പ്രവർത്തനങ്ങൾക്ക് തൊട്ടുപിന്നാലെ കാർക്കശ്യക്കാരൻ്റെ മുഖഭാവം എടുത്തണിഞ്ഞ് പിണറായി വിജയൻ പാർട്ടിയിൽ കരുത്തനായി. ഔദ്യോഗിക പക്ഷത്തെ പൂർണ്ണമായി തനിക്കൊപ്പം അണിനിരത്താൻ അന്ന് പിണറായി വിജയന് കഴിഞ്ഞതു തന്നെയാണ് VSനെതിരെയുള്ള നീക്കങ്ങളിൽ അദ്ദേഹം വിജയിക്കാനുള്ള ആദ്യ കടമ്പ കടന്നു കയറിയത്. തൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ തുടർന്ന് പരസ്യമായ ഏറ്റുമുട്ടലുകളിലേക്ക് കടന്നു. 2005 മലപ്പുറത്ത് നടന്ന സംസ്ഥാന സമ്മേളനം, അതിന് മുന്നോടിയായി നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ VS പക്ഷം ഒതുക്കപ്പെട്ടു. ഒടുവിൽ VSന് പിണറായി പക്ഷം ചാർത്തിക്കൊടുത്ത പേര് വർഗവഞ്ചകനെന്ന്. ഔദ്യോഗിക വിഭാഗം VS അച്യുതാനന്ദനെതിരെ നിരവധി പ്രസംഗങ്ങളും പ്രോഗ്രാമുകളുമായി കളന്നിറഞ്ഞു. മലപ്പുറത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിന് ശേഷം VSും പിണറായിയും തമ്മിലുള്ള പോര് ഉച്ചസ്ഥായിയിലെത്തി. തനിക്കെതിരെ നിലകൊണ്ട പാർട്ടി നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി VS കളന്നിറഞ്ഞു. ഒടുവിൽ പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസ് പോലും ആയുധമാക്കിയ VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരൻ വധത്തിൽ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. അന്ന് KK രമയെ ചേർത്തു പിടിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ പിണറായി വിജയനെ അക്ഷരാർത്ഥത്തിൽ കുരുക്കിലാക്കി. 2012 51 വിട്ടുവെട്ടി TP ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ VS KK രമയ്ക്കൊപ്പം ശക്തമായി നിലകൊണ്ടു. അന്ന് TP ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ VS നടത്തിയ സന്ദർശനം വാർത്തകളിൽ ഇടം പിടിച്ചു. പാർട്ടി നേതൃത്വത്തോടുള്ള തൻ്റെ വിയോജിപ്പ് പരസ്യമായി VS തുറന്നടിച്ചു. ഒടുവിൽ PS അച്യുതാനന്ദൻ പാർട്ടിക്ക് പുറത്തേക്ക് നീങ്ങുന്നു എന്ന പ്രതീതി ഉയർന്ന നാളുകൾ. 2015 വരെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ശക്തമായി തുടർന്ന
പിണറായി വിജയൻ പിന്നീട് 2016 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറി. 2016 തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ ഔദ്യോഗിക പക്ഷം പഠിച്ച പണി 18 പയറ്റി. എന്നാൽ തൻ്റെ വർദ്ധിത ജനവീര്യം ഉൾക്കൊണ്ടുകൊണ്ട് അച്യുതാനന്ദൻ ഗോദയിലേക്ക് ഇറങ്ങിയപ്പോൾ ജനം അച്യുതാനന്ദൻ്റെ പിന്നിൽ ഒറ്റക്കെട്ടായി നിന്നു. ആ തെരഞ്ഞെടുപ്പിൽ VSനെ മുന്നിൽ നിർത്തി തന്നെയാണ് പിണറായി വിജയൻ വിജയം കൊയ്തത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാവും കടന്നു കയറുക എന്ന ഉദ്യോഗജനകമായ നിമിഷങ്ങൾക്കൊടുവിൽ പിണറായി വിജയൻ തന്നെ അമരത്തിരുന്നു. പണ്ട് പാർട്ടി സെക്രട്ടറിയുടെ കസേരയിലേക്ക് പിണറായി വിജയൻ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചുവോ അതുതന്നെയാണ് പിന്നീട് കേരളത്തിൽ സംഭവിച്ചതും. പാർട്ടിയും ഭരണവുമൊക്കെ ഉള്ളം കൈയിലൊതുക്കിയ പിണറായി വിജയൻ പിന്നീട് VS അച്യുതാനന്ദനെ മൂലക്കിരുത്തി. ആദ്യം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ, പിന്നീട് അച്യുതാനന്ദൻ സ്വന്തം വീട്ടിൽ വിശ്രമത്തിലേക്ക്. പാർട്ടിയുടെ ജനകീയ മുഖമായ അച്യുതാനന്ദൻ ഓർമ്മകളിലേക്ക് മായ്ക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വിപ്ലവം നിറഞ്ഞ ആ സമരമുഖങ്ങളിൽ നിന്ന് കേരളം അത്ര പെട്ടെന്ന് മുഖം തിരിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസ്തമനമായി എന്ന് ജനങ്ങൾ പ്രതികരിക്കുന്നത് അതുകൊണ്ടുതന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.